أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه تعالى نستعين اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله أعظم آية في القرآن വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ മഹത്തരമുള്ള ആയത്ത് ഏതാണ് എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്നുമല്ല, ആയത്തുൽ കുർസി എന്ന പേരിൽ നാമൊക്കെ അറിയുകയും മനഃപ്പാടമാക്കുകയും പലപ്പോഴായി ഓതുകയും ഹദ്ദാദ് പോലെയുള്ള ദിക്റുകളിൽ പതിവാക്കുകയും ചെയ്യുന്ന ആയത്തുൽ കുർസി. നിസ്കാരശേഷം ഓതൽ സുന്നത്തുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഓതൽ സുന്നത്തുണ്ട്, ഹദ്ദാദിൽ അത് പതിവാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ ഓതാറുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തിനെ കുറിച്ചാണ് ഖുർആനിലെ ഏറ്റവും വലിയ മഹത്തരമായ ആയത്ത് എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ഓതാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തും രണ്ടാമത്തെ സൂറത്തുമാണ്. ഈ സൂറത്തിലെ 255-ാമത്തെ വചനമാണ്. കൃത്യമായി പറഞ്ഞാൽ 3-ാം ജുസ്ഇലാണ് ഈ ഒരു ആയത്ത് വരുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആയത്ത് പാരായണം ചെയ്താൽ മറ്റുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലമുണ്ടെന്ന് ഹാഷിയത്തുൽ ജമലിൽ നമുക്ക് കാണാൻ സാധിക്കും. هذه الآية أفضل آية في القرآن ومعنى الفضل أن الثواب على قراءتها أكثر منه على غيرها من الآيات. هذا هو التحقيق في التفضيل القرآن بعضه على بعض. ഇതാണ് ഈ ഖുർആനിൻ്റെ ഈ ആയത്താണ് അളമായ ആയത്ത്, ഏറ്റവും മഹത്തരമുള്ള ഉന്നതമായ ആയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂ മുന്ദിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി തആല മഅക അഅലമു, ഖുർആനിൽ ഏറ്റവും അഅലമായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ വിനയത്തോടുകൂടെ മറുപടി പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം. റസൂലുള്ള ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ മഹാനവറുകൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ശരിവെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും മഹത്തരമുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ട സംഭവമാണ്. അബൂ ഹുറൈറ തങ്ങളുടെ ഒരു കൊച്ചു സംഭവം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുഖാരി ഇമാം അവിടുത്തെ ബുഖാരിയുടെ 2311 നമ്പർ ഹദീസായിട്ട് പറയുന്ന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിൻ്റെ സമ്പത്ത് സൂക്ഷിച്ച് നടത്താൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ എൻ്റെ അടുക്കൽ രാത്രി ഞാൻ അത് സൂക്ഷിച്ചിരിക്കെ രാത്രി ഒരു കള്ളൻ വന്നു. അങ്ങനെ അയാൾ ആ സമ്പത്ത് മോഷ്ടിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെടുകയും ഞാൻ ആ മനുഷ്യനെ പിടിച്ച് ബന്ദിയാക്കുകയും ചെയ്തു. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ ഞാൻ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഹാജരാക്കുമെന്ന് അവനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കേണപേക്ഷിച്ചു, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് അവരുടെ അടുക്കലേക്ക് പോകണം, എൻ്റെ മേൽ അവർക്ക് നൽകേണ്ട കടമകളുണ്ട്, അതെല്ലാം എനിക്ക് വീട്ടണം എന്നൊക്കെ വല്ലാതെ കേണപേക്ഷിച്ചപ്പോൾ ഫഹല്ലൈതു അൻഹു, ഞാൻ ആ മനുഷ്യനെ വെറുതെ വിട്ടു എന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അബൂ ഹുറൈറ തങ്ങളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യം അറിയാം എന്നതിന് കൂടി ഈ ഹദീസ് തെളിവാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് വന്നിട്ട് ആ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഫഅല അസീറുക്കൽ ബാരിഹ, എന്താ വിശേഷം,
എല്ലാം നോക്കുന്നില്ല എന്നല്ല. ഇന്നലെ ആ കള്ളനെ നീ എന്താ ചെയ്തത്? റസൂലുള്ളാഹിക്ക് വഹി പറയാം, അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്ന ഒരു അർത്ഥം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹിക്ക് വഹി പറയില്ല എന്ന് ചില പുത്തനാശയക്കാർ പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്. റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് ചിലർ പറഞ്ഞു, അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിക്ക് വന്ന് അബൂ ഹുറൈറ തങ്ങളോട് ഒരൊറ്റ ചോദ്യമാണ്, ഈ എന്താ കള്ളനെ കാട്ടിയത് എന്ന് പറയാം. അതായത് മാ ഫഅല അസീറുക്കൽ ബാരിഹ ഖുൽതു യാ റസൂലല്ലാ. അപ്പം ആ സംഭവം അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ റസൂലിനോട് പറഞ്ഞു, അയാൾ എന്നോട് വല്ലാതെ വേവലാതി പറഞ്ഞപ്പോൾ ഞാൻ റഹിംതുഹു, അയാൾക്ക് കാരുണ്യം ചെയ്ത് അയാളെ വിട്ടയച്ചു. വഴി പറയാം എന്നുള്ളതിന് ഈ ഒരു സംഭവം മാത്രമല്ല, അടുത്ത വാക്കും ഇത് തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി പറയാ, കള്ളൻ ഇന്ന് രാത്രിയും വരൂട്ടോ, ഇന്ന് രാത്രിയും കള്ളൻ വരൂട്ടോ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കള്ളൻ നിന്നോട് പറഞ്ഞത് കളവാണ്, അവൻ ഇന്നും വരുമെന്ന് റസൂലുള്ള പറഞ്ഞത് പ്രകാരം അബൂ ഹുറൈറ തങ്ങൾ അന്ന് രാത്രിയും വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടുകൂടെ ജാഗരൂകരായി നിന്നപ്പോൾ കള്ളൻ വന്നു, മുതലെടുത്തു. അപ്പോൾ തന്നെ ആ കള്ളനെ പിടിച്ചു. അപ്പം അബൂ ഹുറൈറ തങ്ങൾ പതിവ് ഇന്നലെ പറഞ്ഞ അതേപോലെ ഇന്നും പറഞ്ഞു, ല അർഫ അന്ന കൈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഇന്ന് തന്നെ ഞാൻ പിടിച്ചു ബന്ദിയാക്കും, നാളെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്നെ പിടിച്ച് ഹാജരാക്കും, അവിടുന്ന് നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പം വീണ്ടും കള്ളൻ അവൻ്റെ ഇന്നലെ ചെയ്തതുപോലെ, ഞാൻ പാവമാണ്, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, എനിക്ക് കുടുംബക്കാരുണ്ട് എന്നൊക്കെ വല്ലാതെ പറഞ്ഞ് കേണപേക്ഷിച്ചപ്പോൾ അബൂ ഹുറൈറ തങ്ങളുടെ കൽബ് വീണ്ടും പൊട്ടി. നമ്മുടെ ഹൃദയമൊക്കെ ലോലമാവണം, ഒരിക്കലും കല്ല് പോലെയുള്ള കൽബാവരുത്. അബൂ ഹുറൈറ തങ്ങൾ അവിടുന്ന് വിട്ടു. അങ്ങനെ വീണ്ടും റഹ്മത്ത് ചെയ്തു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സുബഹിക്ക് കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ചോദിച്ച അതേ ചോദ്യം, മാ ഫഅല അസീറുക, എന്താ നീ ആ കള്ളനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അബൂ ഹുറൈറ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ഞാൻ ഇയാൾ ഇങ്ങനെ കേണപേക്ഷിച്ചപ്പോൾ അയാൾ വെറുതെ വിട്ടതാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് കുടുംബമൊന്നും ഇല്ലടോ, അയാൾ കളവ് പറഞ്ഞതാണ്, അയാൾ ഇന്നും വരുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസത്തെക്കുറിച്ച് അബൂ ഹുറൈറ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ആരാ പറയുന്നത്? മുത്ത് റസൂലുള്ള. എവിടുന്നാണ്? അള്ളാഹു വഹീ നൽകുകയല്ലേ, വൈബല്ലേ ഇത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു മനുഷ്യനാണ്, പയ്യനാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല, നാം മനസ്സിലാക്കണം. അങ്ങനെ മൂന്നാം രാവും അബൂ ഹുറൈറ തങ്ങൾ ആ കള്ളനെ പിടിച്ചപ്പോൾ കള്ളൻ തനിയെ ആവർത്തി പറഞ്ഞു, ഹാദാ ആഖിറു സലാസി മർറാത്തിൻ ഇന്നക തസ്അമു ലാ തഊദു സുമ്മ തഊദു, ഇനി വരൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നല്ലോ. ഇന്നലെ ഇനി ഞാൻ വരൂല, ഞാൻ ഇനി നിർത്തി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് വീണ്ടും വന്നല്ലോ എന്ന് പറഞ്ഞപ്പം അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാനിനി എന്നെ എങ്ങനെയായാലും റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഹാജരാക്കി എന്നെ പിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങളോട് ആ കള്ളൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ദഅനി ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, ആ കാര്യം നീ ചെയ്താൽ നിനക്കതുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ ഗുണമുണ്ടാകും. കാര്യപ്പെട്ട എന്തോ ഒരു ഇൽമാണ് എന്ന് ബോധ്യപ്പെട്ട അബൂ ഹുറൈറ തങ്ങളോട് ആ കള്ളൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ആവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ കിടപ്പറയിലേക്ക് പോയി കിടക്കുകയാണെങ്കിൽ, വിരിപ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ, കിടക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസി ഓതിയിട്ട് ഒന്ന് കിടക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ആയത്തുൽ കുർസി അങ്ങ് ഓതി കൊടുത്തു. ഫൈനക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, അങ്ങനെ ആയത്തുൽ കുർസി ഓതിയാൽ സുബ്ഹി വരെ, പ്രഭാതം വരെ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. വലാ യുഖരിബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, സുബ്ഹി വരെ ഒരു ശൈത്താനും എന്നെ ഇടങ്ങാറാക്കൂല. അപ്പോൾ ആയത്തുൽ കുർസിയുടെ മഹത്താണിത്, മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞ് ആ കള്ളൻ അന്നും തടി തപ്പി. രാവിലെയായി. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വീണ്ടും ഈ ചോദ്യം, മാ ഫഅല അസീറുക, മറുപടി പറയേണ്ട അബൂ ഹുറൈറ തങ്ങൾ. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, സഅമ അന്നഹു യുഅല്ലിമനി കലിമാത്തിൻ യൻഫഅനില്ലാഹു ബിഹ, എനിക്ക് ഉപകാരമുണ്ടാകുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു സദഖക വഹുവ കദൂബുൻ, ചങ്ങായി പച്ച നുണയനാണ്, വായ തുറന്നാൽ കളവ് പറഞ്ഞ് ശീലമുള്ള ആളാണ്. പക്ഷേ അയാൾ ഇന്നലെ പറഞ്ഞ ആ കാര്യം
വളരെ നല്ല സത്യമാണ്. അത് തീർച്ചയായിട്ടും സത്യസന്ധമായൊരു കാര്യമാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, എനിക്കറിയോ 3 ദിവസമായിട്ട് എൻ്റെ അടുക്കൽ വരുന്ന ആൾ ആരാണ്? അപ്പം അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് പരിചയമൊന്നുമില്ല. ഖാല അബൂ ഹുറൈറ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ദാക ശൈത്വാനുൻ, അത് ശൈത്വാനായിരുന്നു. അപ്പം ശൈത്വാനാണ് അബൂ ഹുറൈറ തങ്ങളെ അടുക്കൽ വന്നിട്ട് കളവ് നടത്താൻ ശ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങൾ നോക്കൂ. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ വലിയ സംഭവം, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം ശൈത്താൻ പറഞ്ഞു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നഹു സ്വദഖക. മുമ്പ് ആദ്യ ദിവസം എനിക്ക് കുടുംബമുണ്ട് എന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അത് കളവാണ്. ഇന്നഹു കത് കദബക വസയഊദു എന്ന് ആദ്യം പറഞ്ഞത് അതെന്നെ വീണ്ടും. പക്ഷേ ഈ കാര്യത്തിൽ റസൂലുള്ള പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ മഹത്വമാണ്. അതൊന്ന് ചൊല്ലി, ഒരു മിനിറ്റ് പോലും അത് കൃത്യമായി ചെല്ലാൻ ആവശ്യമില്ല, അതൊന്ന് ചൊല്ലി നമ്മൾ കിടന്നാൽ പ്രഭാതം വരെ ഹിഫ്ളാണെന്നാണല്ലോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന കാര്യം. ഖുർത്തുബിയിൽ നമുക്ക് കാണാം, അഷ്റഫു ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് ഏറ്റവും ഷറഫുള്ള ആയത്ത്. അതുകൊണ്ട് തന്നെ കാരണം എന്താ, അതിൽ 18ഓളം തവണ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ലമീർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞിട്ടും ലാഹിറായിട്ടും പറയുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു ആയത്ത് ഖുർആനിൽ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ശ്രേഷ്ഠത അതിനുള്ളത് എന്നതിന് ഒരു കാരണമായിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ സാധിക്കും. തുർമുദി ഇമാം അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, മൻ ഖറഅ ഹീന യുസ്ബിഹു ആയത്തുൽ കുർസി വ ആയതൈനി മിൻ അവ്വലി ഹാമീം തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ അലീം ഹുഫിള യൗമഹു ദാലിക ഹത്താ യുംസി. ഈ ആയത്തുൽ കുർസിയും അതേപോലെ ഹാമീം തൻസീലുൽ കിതാബ് സൂറത്തുൽ ഗാഫിറിൻ്റെ ഇലൈഹിൽ മസീർ എന്ന് പറയുന്ന ആയത്തിൻ്റെ അവസാനം വരെ, 2 ആയത്തുകൾ അവസാനം വരെ ആരെങ്കിലും പാരായണം ചെയ്താൽ ഹുഫിള യൗമഹു ദാലിക ഹത്താ യുംസി, വൈകുന്നേരം വരെ അവന് അള്ളാഹുവിൻ്റെ ഹിഫ്ളുണ്ടാകും. മൻ ഖറഅഹ ഹീന യുംസി ഹുഫിള ലൈലതഹു തിൽക ഹത്താ യുസ്ബിഹ. അവൻ വൈകുന്നേരം പാരായണം ചെയ്താൽ പ്രഭാതം വരെ, പ്രദോഷം മുതൽ പ്രഭാതം വരെ അവന് അള്ളാഹുവിൻ്റെ ഹിഫ്ളുണ്ടാകുമെന്നും തഫ്സീറുൽ ഖാസിനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹിഫ്ളുണ്ടാകുന്ന ഒരു ആയത്താണ്. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും, രാത്രി കിടക്കുമ്പോൾ ഓതിയാൽ സുബഹി വരെയും അള്ളാഹുവിൻ്റെ ഹിഫ്ളുണ്ടാകുമെന്ന് ഒരുപാട് ഹദീസുകളാൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൻ്റെ 1/3 കിടപിടിക്കുന്നതാണ് ആയത്തുൽ കുർസി എന്ന് ആയത്തുൽ കുർസിയുടെ ഫള് പറയുമ്പോൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ 30 ദിവസം ആ വീട്ടിലേക്ക് ശൈത്വാൻ വരില്ല എന്ന് കാണാം. അതിനു പുറമെ ആയത്തുൽ കുർസി പതിവാക്കിയാൽ സാഹിര്യങ്ങളിൽ നിന്ന് 40 ദിവസം കാവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിടക്കുമ്പോൾ നമ്മളത് പാരായണം ചെയ്താൽ നമ്മുടെ ഹിഫ്ളിന് പുറമെ നമ്മുടെ വീടിനും ചുറ്റുപാടിനും നമ്മുടെ അയൽവാസിയുടെ അയൽവാസിക്കും അത് സംരക്ഷണമേകുമെന്ന് കാണാം. ആയത്തുൽ കുർസിയാണ് ഖുർആനിൻ്റെ സയ്യിദുൽ കലാം. സയ്യിദുൽ ഖുർആനി അൽ ബഖറയാണ്. എന്നാൽ സംസാരങ്ങളിൽ ഏറ്റവും സയ്യിദ് എന്ന് പറയുന്നത് ഖുർആനാണ്. സംസാരങ്ങളുടെ നേതാവ് ഖുർആനാണെങ്കിൽ ഖുർആനിൻ്റെ സയ്യിദ് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയിലെ സയ്യിദ് ആയത്തുൽ കുർസിയാണെന്നും ഫളലുകൾ ഒരുപാട് പറയപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ബഹ്റുൽ മുഹീത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. 2-ാം വാള്യത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ. എന്തേ ഈ ആയത്തിന് ഇത്ര വലിയ മഹത്വം ഉണ്ടാവാൻ കാരണം? മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ ഉലൂഹിയത്ത്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച്, വഹ്ദാനീയത്തിനെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള വ്യത്യാസം, ഇതെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്ന ആയത്തുകൾ. അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, അവൻ്റെ തൗഹീദ്, അവൻ ഏകനാണ്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആയത്താണ് എന്നതുകൊണ്ടാണെന്ന് ബൈലാവി ഇമാം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈന്നഹ ദാലത്തുൻ അല അന്നഹു തആല മൗജൂദുൻ വാഹിദുൻ ഫിൽ ഉലൂഹിയ്യ മുത്തസിഫുൻ ബിൽ ഹയാത്ത് വാജിബുൽ വജൂദി ലിദാത്തിഹി മൂജിദുൽ ലിഗൈരിഹി ഇതിൽ ഖയ്യൂം വഹുവൽ ഖായിമു ബിനഫ്സിൽ മുഖീമി ലിഗൈരിഹി എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വിശേഷണങ്ങൾ, ഒരുപാട് വിശേഷണങ്ങൾ, അൽ മാലിക്കുൽ മുൽക്കി വൽ മലക്കൂത്തി
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ വിശേഷണങ്ങൾ ഒരുപാട് പറയുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട് ബൈളാവി ഇമാം അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൻ ഖറഅഹ ബഅസല്ലാഹു മലക്കൻ യക്തുബു മിൻ ഹസനാതിഹി വയംഹു മിൻ സയ്യാതിഹി ഇലൽ ഗദി മിൻ തിൽക സഅ. അവൻ ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവൻ ആ പാരായണം ചെയ്തതു മുതൽ അടുത്ത ദിവസം വരെയുള്ള എല്ലാ ദോഷങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുകയും നന്മകൾ ചെയ്താൽ അതെല്ലാം കൃത്യമായി സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ എഴുതി വെക്കുകയും ചെയ്യുമെന്ന് ഈ ഒരു ഹദീസ് ബൈളാവി ഇമാം അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വഖാല മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തി മക്തൂബത്തിൻ, 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി പതിവാക്കിയാൽ. അപ്പം നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്ന വാദം ശരിയല്ല. കാരണം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, നിസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ എഴുന്നേറ്റ് പോയാൽ പിന്നെ എങ്ങനെയാണ് പാരായണം ചെയ്യുക? അവിടെ ഇരുന്ന് ചെല്ലണ്ടേ? എഴുന്നേറ്റ് പോയാൽ പിന്നെ ഓരോ ശ്രദ്ധയും ഓൻ്റെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളിലേക്ക് പോവുമല്ലോ. അപ്പം പിന്നെ നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് ഒരായത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് ആയത്തുൽ കുർസിയുടെ ഫള് പറഞ്ഞെടുത്ത് കാണാം. അപ്പം നമ്മൾ ആയത്തുൽ കുർസി പഠിക്കാനും അത് പാരായണം ചെയ്യാനും ശ്രമിക്കണം. ആയത്തുൽ കുർസിയുടെ മാനം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹു ഏകനാണ്, അവൻ എന്നും നിലനിൽക്കുന്നവനും മരിക്കാത്തവനുമാണ്, അവന് യാതൊരുവിധ ക്ഷീണമോ പ്രയാസമോ ഉറക്കമോ ഉണ്ടാവുകയില്ല, അവനാണ് ഈ ആകാശഭൂമിയുടെ സർവ്വ അധികാരങ്ങളും, അവൻ്റെ അടുക്കൽ അവൻ സമ്മതം നൽകുന്ന ആളുകൾക്ക് മാത്രമേ ശഫാഅത്തിനുള്ള അധികാരമുള്ളൂ, അവൻ ദുന്യവിലും ആഖിറത്തിലുമുള്ള യാലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അതായത് ദുന്യവിയായ കാര്യങ്ങൾ, ദുന്യാവിൻ്റെ കാര്യങ്ങളും ഉഖ്റവിയായ ആഖിറത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ കുർസി വളരെ വിശാലമാണ്. അവന് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും സംരക്ഷണവും അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവസാനം പറയാണ്, അവനാണ് ഏറ്റവും വലിയ ജ്ഞാനി, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം, അവനാണ് ഏറ്റവും ഉന്നതനായ. അപ്പം റബ്ബിനോട് കിടപിടിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനാണ് എല്ലാത്തിൻ്റെയും വസുൽത്താനുഹു അലാ ജമീഇ മഖ്ലൂഖാത്തി എന്ന് ജലാലൈനിയിൽ പറഞ്ഞത് കാണാം. അൽ ജാമിഉ ലി ജമീഇ സിഫാത്തിൽ അലീമത്തി വൽ കിബ്രിയാ, ഒരു വലിയ വ്യക്തിക്ക്, അതായത് ഒരു സൃഷ്ടാവിന് വേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും ഒരുമിച്ച് കൂടിയവനാണ് റബ്ബ് എന്നങ്ങനെ റബ്ബിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ആയത്താകുന്ന ആയത്തുൽ കുർസിയാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമേറിയ ആയത്ത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.